ജനങ്ങളുമായി സംവദിക്കാൻ പ്രത്യേക പരിപാടിയുമായി സർക്കാർ. മുഖ്യമന്ത്രി എന്നോടൊപ്പം അഥവാ CM വിത്ത് മീ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ എന്നതാണ് പുതിയ പരിപാടി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. റിനു, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിനു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പുകൾ അടുത്തടുത്ത് വരുന്നതിന്റെ പശ്ചാത്തലത്തിലുള്ള സർക്കാരിന്റെ ഒരു പുതിയ നീക്കമാണോ? ജനങ്ങളുമായി കൂടുതൽ സംവദിക്കുക അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുക എന്നതൊക്കെയാണോ ഈ പരിപാടിയുടെ ലക്ഷ്യം? നേരത്തെ നവകേരള യാത്ര നടത്തിയതിന് തുല്യമായ നീക്കങ്ങളാണോ? ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? വിജയകുമാർ, മന്ത്രിസഭാ യോഗ തീരുമാനത്തിലാണ് ഈ ഒരു അറിയിപ്പിലാണ് ഇക്കാര്യം സർക്കാർ പൊതുജനങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു സമഗ്ര പോർട്ടൽ സംവിധാനം അതിനൊരു അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. സർക്കാർ തന്നെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. നേരത്തെ തന്നെ ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നതിന് വേണ്ടി എല്ലാ ജനകീയ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടൽ നടത്തുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒരു CM വിത്ത് മീ എന്ന് പറയുന്ന ഒരു പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നത്തെ മന്ത്രിസഭാ യോഗം അതിനൊരു പച്ചക്കൊടി കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉന്നത IAS IPS ഉദ്യോഗസ്ഥർക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതല നൽകുന്നത്. PRDക്ക് 20 കോടി രൂപ ഇത് നൽകുന്നതിന് വേണ്ടിയും അനുമതി നൽകുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ അനുവദിക്കുന്നതിന് വേണ്ടിയും സർക്കാർ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും വികസന ക്ഷേമ പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെള്ളയമ്പലത്താണ് ഇതിന്റെ ഓഫീസ് ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.